ഒന്ന് വേഗം വന്നൂടെ? എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ സമയം എത്രയായി? എന്നും ഞാൻ വന്നിട്ടല്ലേ ബസ് എടുക്കാറ്. ഇന്നെന്താ വലിയ സ്പെഷ്യല്? ആ പതിവൊക്കെ ഞാൻ നിർത്തി. പറ, എന്താ ഇത്ര ഗൗരവം? എന്നാ നീ പോക്കോ, ഞാൻ അടുത്ത ബസ്സിൽ വന്നോളാം. ഞാൻ ഇന്നലെ 11 മണിക്ക് എൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. നീ ബിസിയാ? ആരോടാ നേരത്തെ സംസാരിക്കാൻ? പിന്നെ തിരിച്ചു വിളിച്ചതുമില്ല. ദൈവമേ, എന്റെ അച്ഛനാ വിളിച്ചേ. ഇനി ഏതെങ്കിലും കാമുകന്മാരാ വിചാരിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വരണ്ട. കളിക്കാതെ കേറി. മതിയടാ, ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടോ. ബസ്സിൽ ഇനിയും ആൾക്കാരുള്ളതാ, അവർക്ക് വീട്ടിൽ പോണം. ഹായ്. ഹായ്. എടി, ഒരു കാര്യം പറയാനുണ്ട്. ആ, അത് പറ. നീ ഇന്നലെ നമ്മുടെ ഡ്രൈവർ ചേട്ടന് മെസ്സേജ് അയച്ചിരുന്നോ? ആ, മെസ്സേജ് അയച്ചു, പക്ഷെ റിപ്ലൈ കിട്ടിയില്ല. ചിന്നോടെ വിളിച്ചിട്ടുണ്ടാവൂല്ലേ? നീ ഇന്നലെ ഫോൺ ചെയ്തതാണോ അതോ മെസ്സേജ് അയച്ചതാണോ? മെസ്സേജ് അയച്ചത്. നന്നായി. ഇന്നലെ നീ മെസ്സേജ് അയച്ചത് അവന്റെ അച്ഛന്റെ നമ്പറിലേക്കാ. അയ്യോ. അവനും അവന്റെ അച്ഛനും ഈ ബസ്സിൽ മാറി മാറിയാണ് ഡ്രൈവർമാരാവാറ്. അപ്പൊ നീ മെസ്സേജ് അയച്ചത് അവന്റെ അച്ഛന്റെ നമ്പറിലേക്കാ. നീയും ജിനോടിനെ എന്നെ ചതിച്ചല്ലേ? ഇറങ്ങുന്നുണ്ടോ? ആളിപ്പോ ഇറങ്ങാനുള്ളതാണ്. ടിക്കറ്റ് അവിടെ എങ്ങോട്ടാ? കുറച്ച് മുന്നോട്ട് പോനെ, കുറച്ച് മുന്നോട്ട്. ഇവിടെ ടിക്കറ്റ്സ്. ചേച്ചി ചില്ലറുണ്ട് തരി. എല്ലാരും ഇങ്ങനെ 500 നോട്ടായിട്ട് വന്നാൽ എങ്ങനെയാ? ട്രഷറി വരെ പോയതാ. പേരെന്താ? നാരായണൻ. എന്റെ പേര് മാധവൻ. ഇവിടുത്തെ സ്കൂളിലെ മാഷായിരുന്നു. മാഷ് ഈ സ്കൂളിൽ നിന്ന് വരിക? സ്കൂളിലും റോഡിലും വീട്ടിലും ഒക്കെ എല്ലാരും ഫോണിൽ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ. ബസ്സിന്റെ അവസ്ഥ ഉമ്മക്ക് രണ്ടാക്കും ഫോണില്ലാത്തതുകൊണ്ട് പരസ്പരം പരിചയപ്പെടാനായി. മാഷ് പെൻഷനായില്ലേ? പെൻഷനൊക്കെ ആയി. എന്നാലും ശമ്പളം കിട്ടുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ സ്കൂളിലേക്കൊന്ന് വരും. ചില അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ പറ്റാതെ എന്റെ വരവും കാത്തിരിക്കുന്ന കുഞ്ഞു മക്കളുണ്ട്. പിന്നെ
മാഷ നമ്പർ ഒന്ന് തരണേ, ആ. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാലോ. അതിനെന്താ? ഞാനേ അടുത്ത സ്റ്റോപ്പിലിറങ്ങും. ആ ശരി. നാരായണൻ നമ്പർ എന്താ? ശരി. ശരി മാഷ, ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഒന്ന് മാറുവാനെ ഒന്ന്. അയ്യോ, മോനെ. ടിക്കറ്റ്സ് മോനെ ഒന്ന് സൈഡൊക്കെ. ടിക്കറ്റ്സ് എത്ര പ്രാവശ്യം വിളിക്കണടാ എന്നൊക്കെ? അതെങ്ങനെയാ ഇത് ചെവി കുത്തിക്കയറ്റിരുന്ന ഇതൊക്കെ കേൾക്കോ? ഒരു തലയാട്. അടുത്തുള്ള ചത്താ പോലും വിവരം അറിയില്ല. ഇതാണ് ഭാഷ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. ടിക്കറ്റ്സ് അല്ലേ? പാസ് എന്താടാ നോക്കി പഠിപ്പിക്കുന്നേ? പാസ് അവിടെ നോക്കി പഠിപ്പിക്കുന്നോ? പാസ് എവിടാ? ഞാൻ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടോ. അല്ല രാജീവ, എന്തായത്? അവൻ കൊച്ചുകുട്ടിയല്ലേ, അവന്റെ പൈസ വേണേ ഞാൻ തരാം. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, വിളഞ്ഞ വിത്താ. പ്ലീസ്. വീട്ടിൽ നിന്ന് കൊടുത്തേക്കുന്ന പൈസ ഒക്കെ വേറെ വഴിക്ക് ചെലവാക്കിയിട്ടേ മനഃപൂർവ്വം തരാതിരിക്കുന്നതൊക്കെ. അവന്റെ ടിക്കറ്റിന്റെ പൈസ ഇവിടെ വെച്ചോ, ഇത് പിടിക്ക്. ഞാൻ ഇനിയും പാസ് എടുക്കാതെ നീ ആരാ പോടാ. ചോദിക്കാ? പാസ് വേണമെന്നില്ല, പോടാ, വിട്ടു പോടാ. പോടാ. വീട്ടു പോടാ. കേറി വേഗം കേറി. പോ. ഹലോ. അതെ ഞാൻ തന്നെ. ഡേറ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. 5 സിനിമ കമ്മിറ്റ് ചെയ്തല്ലേ ഞാൻ. പിന്നെ എങ്ങനെ എനിക്ക് ഡേറ്റ് ഉണ്ടാകുക? വയലട. ഹലോ, 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപ കുറെ നേരമല്ലോ. അയ്യോ, വരടാ. ഇറങ്ങിട്ടോ. ഇറങ്ങി. നോക്കി. ഇറങ്ങി. വിളിക്കട്ടോ. ആയിക്കോട്ടെ. മാഷേ, സ്ഥലത്ത് ഇറങ്ങുന്നില്ലേ? മാഷേ സാറല്ലേ?
ആയിരിക്കൂലേ? കുറച്ച് ലേറ്റാവും. മാധവ മാഷിക്ക് എന്തോ ഒരു വയ്യായ്മയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാണേ. എന്താണെന്നറിയില്ല, എന്തോ ഒരു വയ്യായ്മ. ഹോസ്പിറ്റലല്ലേ? ഡോക്ടർ സോറി, ഹാഫ് ആൻ അവർ മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ. എന്താന്ന് പറയൂല. അതിപ്പോ എങ്ങനെയാ മരിച്ചെന്നുള്ളപ്പോ രാജുവേട്ടൻ വിളിച്ചാലേ അറിയൂ. രാജീവേട്ടൻ വിളിക്കേക്കൂലേ? എനിക്കൊന്നും അറിയില്ല. എടാ CC ക്യാമറ രാവിലത്തെ ആ സീനെ മുതലാളി കണ്ട പ്രശ്നം. ഞാനാ ഡിലീറ്റ് ചെയ്തത്. നൊമ്പരങ്ങളെല്ലാം ഇറക്കി വെച്ച് സൗഹൃദങ്ങളും പ്രണയവുമായി നീലബസ് യാത്ര തുടരുന്നു.